ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് യൂട്യൂബിലൊക്കെ ട്രെൻഡിങ് ആയി നിൽക്കുന്ന ഒരു പച്ചവെള്ളത്തിലൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പൂരിയാണ് കേട്ടോ. പച്ചവെള്ളത്തിൽ ചുട്ടെടുക്കുന്ന പൂരി. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് അങ്ങോട്ട് ഉണ്ടാക്കി നോക്കാം പച്ചവെള്ളത്തിൽ പൂരി എന്താവും എന്നുള്ളത്. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കണ്ടു നോക്കുക. എങ്ങനെ ഉണ്ടെന്ന് അറിയാമല്ലോ, പച്ചവെള്ളത്തിൽ പൂരിയൊക്കെ എങ്ങനെ ഉണ്ടായി വരും എന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാം അല്ലേ. അപ്പോൾ നമ്മൾ പൂരി ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇവിടെ 1 കപ്പ് ആട്ടപ്പൊടി ഉണ്ടല്ലോ, നമ്മളെ ഗോതമ്പ് പൊടി, അതാണ് എടുത്തുന്നത്. പിന്നെ ഒരു അരക്കപ്പോളം മൈദപ്പൊടിയും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പൂരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് മൈദയും കൂടി കൂട്ടിയാൽ അത് വേറെ തന്നെ ടേസ്റ്റ് ആണല്ലേ. പിന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു സ്പൂണ് റവയാണ് കേട്ടോ. പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ റവയും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ആ ഒരു എന്താ പറയുക ഇതുണ്ടാവല്ലോ, പൂരി ഒന്നും ഇങ്ങോട്ട് മുരിഞ്ഞ് വരും. അപ്പോൾ വേറെ രസമാണല്ലോ. പറ്റങ്ങോട്ട് കുഴഞ്ഞു പോകാതെ ഒന്നും മുരിഞ്ഞ് നിൽക്കാൻ വേണ്ടിയാണ് നമ്മൾ റവ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ കുറച്ച് ഓയിലും കൂടി അങ്ങോട്ട് പാർന്ന് കൊടുത്തുകൊണ്ട് നല്ലോണം അങ്ങോട്ട് കുഴച്ചെടുക്കുകയാണ് കേട്ടോ. പച്ചവെള്ളത്തിൽ തന്നെയാണ് കേട്ടോ നമ്മൾ കുഴച്ചെടുക്കുന്നത്. അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ പാർന്നുകൊണ്ട് വെള്ളം കൂടി പോവാതെ പാകത്തിന് നമുക്കിങ്ങനെ കുറച്ചൊന്ന് പാർന്ന് കൊടുത്തുകൊണ്ട് ഒന്ന് നല്ലോണം അങ്ങോട്ട് കുഴച്ചെടുക്കാം കേട്ടോ. അങ്ങനെ എന്തൊക്കെ നമ്മളെ മാവൊക്കെ അവിടെ നല്ലോണം കുഴച്ച് സോഫ്റ്റാക്കി വെച്ചിരിക്കണം കേട്ടോ. പിന്നെ നമ്മൾ എന്തായാലും ഒരു 10 മിനിറ്റ് അവിടെ എടുത്തേക്കുന്നുണ്ട് കേട്ടോ, നല്ലോണം അങ്ങോട്ട് സോഫ്റ്റായിട്ട് അങ്ങോട്ട് ഇതാവാൻ വേണ്ടിയാണ്ട്. അപ്പോൾ നമ്മളെ മാവ് ഇതാ 10 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ നല്ലോണം മയത്തിൽ കിട്ടിയിരിക്കണം കേട്ടോ. ഇനി നമുക്ക് ഇതേപോലെ ഓരോ ബോൾസ് ആക്കി എടുക്കാം. അപ്പോൾ നമ്മളിതൊക്കെ പൂരി ചുടാൻ ഇത്രയും ബോൾസാക്കിയാണ് ഇട്ടെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഏതായാലും ഒന്നങ്ങോട്ട് പരത്തിയെടുക്കാം. അപ്പോൾ നമ്മൾ പരത്തുന്നത് കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ടാണ് കേട്ടോ. നമ്മൾ തിണ്ടുമ്മ വീതൻ്റെ ഒക്കെ അടുത്തുള്ള അടുപ്പിൻ്റെ അടുത്ത് ഒരു തിണ്ടുമ്മ ഇട്ട് കണ്ടാണ് കേട്ടോ. ഞാൻ സാധാരണ പത്തിരി ആയാലും ചപ്പാത്തി ആണെങ്കിലും എന്താണെങ്കിലും ഇതേപോലെ അങ്ങോട്ട് പരത്തിയെടുക്കലാണ് കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ പ്രസ്സിലിട്ടിട്ട് ഒന്നങ്ങോട്ട് പ്രസ് ചെയ്ത് കണ്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിലും മതി. അപ്പോൾ ഞാൻ എന്തായാലും ഒന്നങ്ങോട്ട് പരത്തിയെടുക്കാമെന്ന് കരുതി. പിന്നെ നമുക്ക് ഒരേ വട്ടത്തിൽ കിട്ടാൻ വേണ്ടി കണ്ടുള്ള ഒരു ഐഡിയ ആണ് ഇട്ടത്. അപ്പോൾ നമ്മൾ ചെറിയ ഇതേപോലത്തെ സാസറൊക്കെ എടുത്തുകൊണ്ട് ഒന്നങ്ങോട്ട് പ്രസ് ചെയ്ത് കൊടുത്തുകൊണ്ട് അതിൻ്റെ ആ സൈഡൊക്കെ അങ്ങോട്ട് ഇതേപോലെ എടുത്താൽ ഇതാ നമുക്ക് പപ്പടം പോലെ ഒരേ റൗണ്ടിൽ ഒരേ അളവിൽ വട്ടത്തിലാണ് കിട്ടും. അപ്പോൾ നമ്മളെല്ലാതും ഇതേപോലെ അങ്ങോട്ട് ആക്കി എടുത്തതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഇതൊക്കെ നല്ലോണം വെള്ളമൊക്കെ ഇതൊക്കെ തിളപ്പിച്ചെടുത്ത് കേട്ടോ, പൂരി ചുട്ടെടുക്കാൻ വേണ്ടിയാണ്ട്. നമുക്ക് എന്തായാലും ഇതിക്കൊന്നാണ്ട് ഇട്ട് കൊടുക്കാം അല്ലേ. അപ്പോൾ നമ്മൾ പൂരി ഏതായാലും വെള്ളം തിളച്ച പാട് അതിക്കങ്ങോട്ട് ഇട്ട് കൊടുത്തിക്കണ്. അപ്പോൾ എന്തായാലും പച്ചവെള്ളത്തിലൊന്നും പൂരി ആയി കിട്ടില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയണത് തന്നെയാണ് അല്ലേ. അപ്പോൾ എന്തായാലും നമ്മളൊന്നങ്ങോട്ട് ട്രൈ ചെയ്ത് നോക്കിയെന്ന് തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെ നല്ലോണം തിളച്ച് വന്നിക്കണ്. പക്ഷേ ഇത് ഒന്നിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതായി വരിക എന്നല്ലാതെ പൂരി എണ്ണയിൽ ചുടണ ആ ഒരു ഇത് എന്തായാലും പച്ചവെള്ളത്തിലൊന്നും ചുട്ടാൽ കിട്ടില്ല. അപ്പോൾ ഇതൊക്കെ നല്ലോണം തിളച്ചിങ്ങാണ്ട് ആ മാവ് ഒന്നങ്ങോട്ട് വെന്ത് കിട്ടണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിങ്ങാണ്ട് നമ്മൾ നല്ലോണം ഒന്നങ്ങോട്ട് പിന്നെ തിളപ്പിച്ചിങ്ങാണ്ട് ഒന്നാണ് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടുങ്ങാണ്ട് ഒന്നാണ് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ നമ്മളെ പൂരി ഇതൊക്കെ ഇവിടെ വെന്തിണ്. അപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഓരോ പൊള്ള അങ്ങനെ ചെറുതായിട്ട് വരുന്നുണ്ട് കേട്ടോ, അല്ലാതെ നല്ലോണം പൊന്തി വരണമെന്നില്ല. അങ്ങനെ എന്തായാലും വെറുതെ നമ്മൾ ഇതൊക്കെ പാടെ ചുട്ടുങ്ങാണ്ട് വെള്ളത്തിലിട്ടുങ്ങാണ്ട് വെറുതെ കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് 2 എണ്ണം മാത്രം ഒന്ന് അങ്ങനെ ചുട്ടെടുത്തിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ പച്ചവെള്ളത്തിൽ ഏതായാലും 2 എണ്ണം ചുട്ടെടുത്തു. ബാക്കി നമ്മൾ നല്ലോണം തിളപ്പിച്ച് എണ്ണയിലിട്ട് കാണാൻ ചുട്ടെടുക്കുക കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഇത് തിന്നാൻ പറ്റുള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ ഇത് തിന്നാൻ പറ്റാത്ത കേടൊന്നുമില്ല. പക്ഷെ നമുക്ക് പൂരി എന്ന് പറഞ്ഞാണ്ടൊന്നും തിന്നാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ ബാക്കിയുള്ളത് എന്തായാലും എണ്ണയൊക്കെ തിളപ്പിച്ചിങ്ങാണ്ട് അതിലിട്ടുങ്ങാണ്ട് അങ്ങോട്ട് ചുട്ടെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മളെ പൂരി ഇതവിടെ എണ്ണയിൽ നല്ലോണം പൊന്തി റെഡിയായി വന്നിക്കണ്. പക്ഷേ വെള്ളത്തിലിട്ടിട്ട് ഒരനക്കം ഉണ്ടായിരുന്നില്ല കേട്ടോ. സാധാ നമ്മൾ ചപ്പാത്തി ആണെങ്കിൽ കൂടി നല്ലോണം ഒന്ന് പൊന്തി വരില്ല, നമ്മളെ ചട്ടിക്ക് ഇടുമ്പോൾ ആ ഒരു ഇതും കൂടി ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും ബാക്കിയുള്ളതും കൂടി നമുക്ക് പൂരി അതേപോലെ എണ്ണയിലിട്ട് കണ്ട് തന്നെ ഒന്നും ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ എണ്ണ തിരിച്ച് കൂട്ടിയും കുറഞ്ഞൊക്കെ നിൽക്കണോണ്ട് പൊള്ളക്ക് അതിനനുസരിച്ചുള്ള വ്യത്യാസമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പൊന്തി വരാത്ത കേടൊന്നുമില്ല, നമ്മൾ അർജൻറ്റായിട്ട് ചുട്ടെടുക്കുന്നതുകൊണ്ട് ചിലതൊക്കെ പൊള്ളങ്ങനെ അവിടെ ഇവിടെയൊക്കെ വരുന്നുണ്ട്, ചിലത് നല്ലോണം പൊന്തി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ചട്ടിയൊക്കെ ആകുമ്പോൾ ചൂട് അതിനനുസരിച്ച് ഒരു പാകത്തിൽ വെച്ച് ചൂടണം, ഇല്ലാന്നുണ്ടെങ്കിൽ വേവ് ആവണീൻ്റെ ഇടയ്ക്ക് കരിഞ്ഞു പോവുകയും ചെയ്യും, നല്ലോണം അങ്ങോട്ട് പൊള്ള വരില്ല, അങ്ങനെയൊക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ എന്തായാലും നമ്മളെ പൂരിയൊക്കെ അവിടെ ചുട്ട് കഴിഞ്ഞാണ് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ നമ്മൾ എണ്ണയിൽ ചുട്ട പൂരിയാണ് കേട്ടോ. ഇത് നല്ലോണം പൊന്തി ഏകദേശം നല്ലോണം ഉഷാറായിട്ട് കിട്ടിയിരിക്കണ്. ബാക്കിയുള്ളത് ഇതൊക്കെ നമ്മൾ വെള്ളത്തിൽ ചുട്ടെടുത്തതാണ് കേട്ടോ, ഇതേപോലെ അട പോലെ നിൽക്കണത്.
അപ്പോൾ ഇത് ചുട്ടെടുത്താൽ പറഞ്ഞാൽ ഇത് തിന്നുമ്പോൾ നമുക്ക് എന്താ തോന്നുന്നത്, നമ്മൾ പൂവടയൊക്കെ ഉണ്ടാക്കുമല്ലോ ഇലയിലോ അല്ലാതെയൊക്കെ ആവിക്കിട്ട് വേവിച്ചങ്ങാണ്ട് ഉണ്ടാക്കുമല്ലോ. അപ്പോൾ ആ കുട്ടികൾ അതിൻ്റെ ഉള്ളിലുള്ളതൊക്കെ എടുത്തുങ്ങാണ്ട് ഉള്ളിലുള്ള ചക്കരയും പിന്നെ അതേപോലെ തേങ്ങയൊക്കെ തിന്നിട്ട് ബാക്കി വരുന്ന ഈ മാവിൻ്റെ ഉണ്ടാവുമല്ലോ കുട്ടികളൊക്കെ തിന്നുമ്പോൾ അത് തിന്നണ ഒരു ഫീലാണ് കേട്ടോ. നമ്മളിത് തിന്നുമ്പോൾ ആ ഒരു ടേസ്റ്റിലാണ് നമുക്ക് ഈ ഒരു ചപ്പാത്തി ഈ ഒരു പൂരി കിട്ടുന്നത്. ഇത് പൂരി എന്നൊന്നും പറയാൻ പറ്റില്ല. പൂരി എന്ന് പറഞ്ഞാൽ നമ്മൾ എണ്ണയിൽ ചുടുന്നത് തന്നെയാണ് കേട്ടോ പൂരി. ഇതിപ്പോൾ ഇങ്ങനെ തിന്നുമ്പോൾ അങ്ങനെ ഒരു രസം അത്രേ ഉള്ളൂ. പിന്നെ എണ്ണയൊന്നും പറ്റാത്തവർക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയെടുക്കുകയൊക്കെ ചെയ്യാം അല്ലേ, ചപ്പാത്തി പോലെ എണ്ണ കൂട്ടാൻ പാടില്ലാത്തവർക്ക്. അപ്പോൾ അങ്ങനെ രസട്ടോ അത്. അങ്ങനെ നമ്മളെ പൂരിയൊക്കെ ഇവിടെ റെഡി ആക്കണം കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും അതിക്ക് കൂട്ടാൻ വേണ്ടിങ്ങാണ്ട് ഏതായാലും നമ്മൾ 2 കേങ്ങ് എടുത്തുങ്ങാണ്ട് ചെറിയൊരു തക്കാളിൻ്റെ കണ്ടം 2 കേങ്ങും കൂടി നല്ലോണം കുക്കറിൽ നല്ലോണം എന്നാണ് വേവിച്ച് വെച്ചിരിക്കുന്നത്. അതൊന്ന് കടുകറക്കാൻ വേണ്ടിങ്ങാണ്ട് നമുക്ക് 2 മണി കടുകും കൂടി ഇട്ടുങ്ങാണ്ട് ഒരു നുള്ള എണ്ണയൊക്കെ പാർന്ന് കടുകൊന്ന് പൊട്ടിച്ച് കരിവേപ്പിൻ്റെ ഇല ഇട്ടുങ്ങാണ്ട് അതൊന്നങ്ങോട്ട് പൊട്ടിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു പച്ചമുളകും അതേപോലെ ചെറിയൊരു തക്കാളിൻ്റെ ചെറിയൊരു പുളിക്ക് വേണ്ടിങ്ങാണ്ട് തക്കാളിൻ്റെ ചെറിയൊരു കണ്ടോ പിന്നെ കേങ്ങും അങ്ങനെ ഇട്ടുങ്ങാണ്ട് വേവിച്ചെടുത്തതാണ് കേട്ടത്. അപ്പോൾ നമ്മളൊന്ന് കടുകറുത്തുങ്ങാണ്ട് നമുക്ക് എന്തായാലും പൂരിക്ക് കൂട്ടാൻ വേണ്ടിയാണ്ടാണ് കേട്ടോ. അപ്പോൾ അതിക്കുള്ള കൂട്ടാൻ ഇവിടെ റെഡി ആയിക്കണ്. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ടുള്ള പൂരിയും അതേപോലെ തന്നെ കേങ്ങ് കൂട്ടാനൊക്കെ ഇവിടെ ഉഷാറായിട്ട് കിട്ടിയിരിക്കണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ട്രെൻഡിങ് ആയി നിൽക്കുന്നതുകൊണ്ട് നമ്മളൊന്നും ട്രൈ ചെയ്തെന്നുള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്ട് എഴുതി അറിയിക്കൊണ്ടി. അപ്പോൾ നമ്മളെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിക്കാണെന്നുണ്ടെങ്കിൽ എപ്പോഴും പറയണ പോലെ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ ഷെയർ ചെയ്യാനും പിന്നെ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ വീഡിയോസൊക്കെ ഒന്ന് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ മാത്രം നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ വ്ളോഗൊക്കെ ആയിട്ട് വരാം. അപ്പോൾ അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.